OnePlus അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ പുറത്തിറക്കാൻ പോകുന്നു. OnePlus Nord CE4 എന്ന പേരിൽ. ആക്ച്വലി ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഏപ്രിൽ 1 മാത്രമാണ് ലോഞ്ച് ആവുന്നത്. പക്ഷേ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ OnePlus അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലൊരു വലിയ ബോക്സിനകത്താണ് ഈ ഒരു ഫോൺ OnePlus അയച്ചു തന്നിരിക്കുന്നത്. ഓർക്കുക, ഇതൊരു മീഡിയ ഇൻവൈറ്റ് ബോക്സ് ആണ്. നിങ്ങൾ ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ ഇത്രയും വലിയ ബോക്സിനകത്തൊന്നും അല്ല ഈ ഒരു ഫോൺ വരുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഫോൺ ഒന്ന് കാണാം. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എന്ന് പറയുന്നത് സ്ലൈം കെയർ ഷീറ്റ് എന്നൊക്കെ എഴുതിയൊരു ലെറ്ററാണ്. അതായത് ഈ തന്നിരിക്കുന്നത് സ്ലൈമാണ്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ലൈം. ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം. യെസ്, ഒരു ലൈമിൻ്റെ മണമുള്ള സ്ലൈം അതാണ് ഇവിടെ. വേണമെങ്കിൽ നമുക്കിത് വെച്ച് ഇങ്ങനെ കുഴച്ച് കളിച്ചുകൊണ്ടിരിക്കാം. ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു സാധനമാണിത് സ്ലൈം. വലിയവർക്ക് ഇത് എന്താണെന്ന് ഒരുപക്ഷെ വലിയ ഗ്രാഹ്യം ഉണ്ടാവണമെന്നില്ല. കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് സ്ലൈം. ഇനി ഈ സ്ലൈമിനകത്ത് മിക്സ് ചെയ്യാനുള്ള ഗ്ലിറ്ററുകളും ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ സ്ലൈം ഒന്നും വേണ്ട, സ്ലൈം മാറ്റി വയ്ക്കാം. വേറെ ഉള്ളത് നമുക്ക് ഫോണാണ്, അതിലേക്ക് വരാം. യെസ്, ഇതായിരിക്കും നമ്മുടെ നോഡ് CE4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ നമുക്ക് ആ ഫോൺ കൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ബോക്സ് സാധാരണ OnePlus Nord ഫോണുകൾ വരുന്ന തരത്തിലുള്ള സെയിം ഡിറ്റോ ബോക്സ് ആണ്. നല്ലൊരു പാക്കിംഗ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അത് ഇതുപോലെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഫോണിൻ്റെ ബോക്സിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം ഫോണിൻ്റെ ബോക്സിനകത്ത് ചാർജർ ഉണ്ട് എന്നുള്ള ഒരു വലിയ കാര്യം. യെസ്, ഒരു കാര്യം ഇവിടെ പറയട്ടെ, ഇവിടെ OnePlusൻ്റെ ലോഗോ കൊടുത്തിട്ട് ഇവിടെ നോഡ് എന്ന് ഇതുപോലെ വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരു പേപ്പർ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാമറ കട്ടൗട്ട് കണ്ടില്ലേ, ഈ ഒരു ക്യാമറ കട്ടൗട്ട് അല്ലെങ്കിൽ ആ ക്യാമറ മൊഡ്യൂളിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇത്തവണ OnePlus Nord CE4 വ്യത്യസ്തമാക്കുന്നത്. ഡിസൈനിൽ നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. കൂടാതെ ഇത്തരത്തിൽ കുറേ ലെറ്റേഴ്സും സേഫ്റ്റി ഗൈഡും അതുപോലെ ഇവരുടെ സ്റ്റിക്കർ വർക്കും മെമ്പർഷിപ്പ് കാർഡും എല്ലാം കൂടെ ചേർന്ന് ഒരു പിടി പേപ്പർ വർക്കുണ്ട്. ഇവിടെ സിം ഇജക്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. ആ OnePlusൻ്റെ സാധാരണ ഫോണുകളോടൊപ്പം കാണുന്ന തരത്തിലുള്ള സിം ഇജക്ടർ പിൻ. അതുകൂടാതെ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇത്തരത്തിൽ 100 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. A to C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. റെഡ് കേബിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേബിൾ C കേബിൾ തന്നെയാണ്, A to C കേബിളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോഡ് ഫോണുകൾക്ക് ഇത്തരത്തിലൊരു ബ്ലൂ കളർ തീമാണ് പൊതുവെ OnePlus കൊടുക്കുന്നത്. എന്നാൽ സാധാരണ മറ്റു ഫോണുകൾക്കാണ് ഈ ഒരു റെഡ് കളർ തീമും OnePlus കൊടുക്കുന്നത്, നമ്പർ സീരീസിലേക്ക് ഫോൺ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, ഈ നോഡ് ഫോണിൻ്റെ കേബിൾ കൂടി ബ്ലൂ കളർ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരാഗ്രഹം പണ്ടുതൊട്ടേ ഞാൻ പറയാറുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനൊരു വാർത്ത കണ്ടിരുന്നു, OnePlus അത്തരത്തിൽ ചില ഫോണുകളോടൊപ്പം നോഡ് സീരീസ് ഫോണുകളോടൊപ്പം വേറെ ഏതൊക്കെ രാജ്യങ്ങൾ ബ്ലൂ കളറിലെ കേബിൾ കൊടുക്കുന്നു എന്നും വാർത്ത കേട്ടിരുന്നു. എനിവേ, അപ്പോൾ നമുക്കിനി ഫോണിലേക്ക് തന്നെ വരാം. ഇതാണ് ഫോൺ. ആ ഒരു റാപ്പ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഫിനിഷുള്ള ഒരു റാപ്പ്, അടിപൊളി. കയ്യിലിങ്ങനെ പിടിക്കാനൊക്കെ അടിപൊളി. ഫോണല്ല, ഈ ഒരു റാപ്പ്. ഫോൺ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തള്ളുമ്പോൾ കണ്ടില്ലേ ഇനി പുറത്തേക്ക് വരും. ഇരിക്കുന്നു OnePlus Nord CE4 എന്ന് പറയുന്ന ഫോൺ. അടിപൊളി ഡിസൈൻ, പറയാതെ വയ്യ. ഞാനും ഇപ്പോൾ നിങ്ങളെപ്പോലെ ആദ്യമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ കാണുന്നത്. നോക്കി, മനോഹരമായിട്ടുള്ള ഡിസൈൻ. ഒരു ക്ലൗഡി ഫീലൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഒരു മേഘങ്ങളെ പോലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്ലോസി ഫിനിഷ്. ഇതുവരെ OnePlus Nord ഫോണുകൾ കാണാത്ത തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ. അതുപോലെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റും കണ്ടില്ലേ, ഒരു റിങ് ഷേപ്പിലാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഫോണിൻ്റെ ലുക്കിനെ വ്യത്യസ്തമാക്കുന്നു. ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഈ ഒരു ഫോണിന് കൊടുക്കുന്നു. ഈ ഒരു റിംഗ് ലൈറ്റ് ഇവിടെ OnePlus എന്ന് പറയുന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ 2 ക്യാമറകളാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് OnePlusൻ്റെ ഏറ്റവും പുതിയ ഏപ്രിൽ 1 ലോഞ്ച് ചെയ്യാൻ പോകുന്ന OnePlus Nord CE4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു ഫോൺ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വിടാൻ OnePlus അനുവദിക്കുന്നില്ല. ഇതിൻ്റെ എംബാർഗോ കണ്ടീഷനൊക്കെ കൊണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ അനുവദിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫോൺ ഇതുപോലെ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ മാത്രമേ ഇപ്പോൾ OnePlus അനുവദിക്കുന്നുള്ളൂ. വിഷമിക്കേണ്ട, ജസ്റ്റ് ഞാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഫോൺ എൻ്റെ പ്രൈമറി സിം കാർഡ് ഇതിനകത്ത് ഇട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു റിവ്യൂ, ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്, കൊള്ളാമോ, എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ കോട്ടങ്ങൾ, നമുക്ക് ഇഴകേറി പരിശോധിക്കാം. ഏപ്രിൽ 1 ഇനി വരണം. നമ്മുടെ ചാനലിൽ കൂടെ തന്നെ ഈ ഒരു ഫോണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.